പ്രധാനമന്ത്രിയെ അവഹേളിച്ചുവെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിലായിരിക്കുന്നു. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അപമാനിച്ച സംഭവത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയെ കോഴിക്കോട് സൈബർ സെല്ല് അറസ്റ്റ് ചെയ്തതും ജാമ്യത്തിൽ വിട്ടയച്ചതുമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ എല്ലാവരും ഇതിനോടകം കണ്ടു കാണും. സോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ വാർത്തയാക്കാത്ത ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും ജാൻമണിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏഷ്യാനെറ്റിനകത്ത് വന്നിരിക്കുന്ന വാർത്ത ഒന്ന് കണ്ടു നോക്കാം. രജനി, അത് തന്നെയാണ്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട മഹിളാ മോർച്ചയുടെ പരാതിയിൽ ജാൻമണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നു. ആ പരാതി പിന്നീട് സിറ്റി സൈബറിലേക്ക് കൈമാറുകയായിരുന്നു. കേരളത്തിൽ ആദ്യം ജാൻമണിക്കെതിരെ എടുത്ത കേസും കോഴിക്കോട് സിറ്റി സൈബർ പോലീസിന്റേതാണ്. ഇന്ന് നോട്ടീസ് നൽകി ജാൻമണിയെയും ഒപ്പം തന്നെ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത ഒരാളെയും കൂടി വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം ബെയിലബിൾ ഒഫൻസ് ആണ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ജാൻമണിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റിലെ അടക്കം വിശദാംശങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. അന്ന് ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയതിനു ശേഷമാണ് കൊച്ചിയിൽ വെച്ച് ചില മാധ്യമങ്ങളോട് ജാൻമണി ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ വലിയ വിവാദം ഉണ്ടാവുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രിയെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും രക്ഷിതാക്കളെ കൂടി അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ജാൻമണി നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജാൻമണി ദാസ് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് നടത്തിയ പരാമർശത്തിനെതിരെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് കോഴിക്കോട് കമ്മീഷണർക്ക് ഒരു പരാതി നൽകി. ഈ ഒരു പരാതി പിന്നീട് സൈബർ സെല്ലിന് കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കലാപാഹ്വാനത്തിന് ജാൻമണിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ ഒരു കേസിന്റെ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ജാൻമണി ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്റ്റേഷൻ ജാമ്യം നൽകി ഇന്ന് ഇവരെ വിട്ടയച്ചു. പക്ഷെ പൊടുന്നനെ ഇങ്ങനൊരു നീക്കം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളിൽ പലരും ആലോചിച്ചിട്ടുണ്ടാവും. കാരണം ജാൻമണി ഈ ഒരു പരാമർശം നടത്തിയിട്ട് 1 മാസമായി. ഈ 1 മാസ കാലയളവിൽ ഇതുവരെ ഒരു നടപടിയും നമ്മുടെ കേരള പോലീസ് സ്വീകരിച്ചില്ല. എന്നാൽ പൊടുന്നനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യത്തിൽ വിടുന്നു. അതിന് കാരണം എന്താണ്? അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം DGPയെ കണ്ട് BJP പ്രതിനിധി സംഘം. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കേരള പോലീസ് മേധാവി ശ്രീ റവാഡ ചന്ദ്രശേഖരെ പോലീസ് ആസ്ഥാനത്തെത്തി സന്ദർശിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളുടെ നിലവിലെ സ്ഥിതിയും തുടർ നടപടികളും സംഘം ചർച്ച ചെയ്തു. ഇത്തരം സംഭവങ്ങളിൽ ഉടൻ കർശന നടപടികൾ ഉണ്ടാകണമെന്നും നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണ നടപടികൾ വേഗത്തിലാക്കണമെന്നും പരാതി നൽകിയിട്ടും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്യാത്ത സംഭവങ്ങളിൽ എത്രയും പെട്ടെന്ന് FIR ഇട്ട് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും BJP സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ JR പത്മകുമാർ, ശ്രീ പൂന്തറ ശ്രീകുമാർ, സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ അഭിജിത്ത് R നായർ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘം DGPയോട് ആവശ്യപ്പെട്ടു. അതിന് ദൃശ്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോസാണ്. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ കിട്ടിയായിരുന്നു. സോ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു നീക്കമാണ് പൊടുന്നനെ ജാൻമണി ദാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും അതിനുശേഷം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത്. എന്തായാലും ബാക്കിയുള്ള ആളുകൾക്കും കുരുക്ക് മുറുകുകയാണ്. ഇതുവരെ കേസെടുക്കാത്ത പല കേസുകളിലും ഉടൻ തന്നെ FIR ഇടാമെന്ന് കേരള DGP BJPയുടെ പ്രതിനിധി സംഘത്തിന് ഉറപ്പ് നൽകിയതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. സോ ജാമ്യം കിട്ടിയ ശേഷം ജാൻമണിയുടെ പ്രതികരണം അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അല്ല, എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഓൾറെഡി എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. വാട്ട് എവർ ഐ ഹാവ് ദ എവിഡൻസ്, ഐ ഹാവ് ഗിവൻ ദ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ടു ദ സൈബർ പോലീസ്. ഐ ഹാവ് ഗിവൻ മൈ ഓൾ എവിഡൻസ്. എന്താ എവിഡൻസിൽ ഉദ്ദേശിക്കുന്ന പറയുന്ന കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്താ പറയുക, പോലീസൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളും എന്നെ ചോദിച്ച് പറയുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞ്. പക്ഷേ Kerala police, obviously they are very educated. They know how to handle it. They ask me all details one by one, so I have given every details. Huh? എനിക്ക് ആ പോലീസ് അല്ല, ഇത് ട്രാപ്പ് അല്ല. ഞാൻ CJP പ്രൊട്ടസ്റ്റിൽ പോയി പങ്കെടുത്തത് റിവെഞ്ച് ആണ് എനിക്ക് മനസ്സിലായി. പക്ഷെ കിട്ടുന്ന ഒരു പണിയല്ലേ.
പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർ പറയുന്ന ആൾക്കാരുണ്ടോ അതിൻ്റെ വേണ്ടി ഞാൻ എനിക്ക് ആ വീഡിയോ ഞാൻ മാത്രമല്ല നിങ്ങളെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കുറേ വീഡിയോസ് കാണും അതിൻ്റെ വീഡിയോസിൻ്റെ മലയാളം വെർഷനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അത് എൻ്റെ വായിൽ വരാൻ പറ്റില്ലാത്ത it shouldn't come from my mouth. I have said sorry also. After it also people are targeting me, again bullying me, and that's I understood that it's അതെനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്. സോ ഇതിനകത്ത് ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് തന്നെ ചീത്ത വിളിച്ച ആളുകളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കേസും ഇങ്ങനെ ഒരു വേട്ടയാടലും നടത്തിയതെന്നാണ് പലരും ചോദിക്കുന്നത്. അതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. സംഘപരിവാർ എന്ന് പറയുന്ന പ്രസ്ഥാനം അതൊരു കുടുംബം പോലെയാണ്. സ്വന്തം കുടുംബത്തിൽ ആരെ തൊട്ടാലും അവർക്ക് നോവും. അങ്ങനെ നൊന്തതാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും ജാൻമണി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്കെതിരെ നമ്മുടെ സംസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ബഹുമാനപ്പെട്ട കേരള DGP റവാഡ ചന്ദ്രശേഖർ BJPയുടെ പ്രതിനിധി സംഘത്തിനോട് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറേയധികം ആളുകൾ ഈ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കയറി ഇറങ്ങേണ്ടതായിട്ട് വരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.